ഐ മിസ്ഡ് ഓൾ മൈ ഡെഡ് ലൈൻസ്. എന്റെ ഒരു കൊല്ലം വെറുതെ പോയി. എനിക്ക് ഇനി അടുത്ത അഡ്മിഷൻ സൈക്കിളിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഓൺ എ ഡെയിലി ബേസിസ് കേൾക്കുന്ന ഒരു കൺസേൺ ആണിത്. ഫസ്റ്റ് ഓഫ് ഓൾ, യു ഡോണ്ട് ഹാവ് ടു വെയിറ്റ് ഫോർ എ ഹോൾ ഇയർ. ഒരുപാട് യൂണിവേഴ്സിറ്റീസ് മിഡ് ഇൻടേക്സുകൾ നമുക്ക് നൽകുന്നുണ്ട്. ഇനി ഇൻ കേസ് നമുക്കൊരു ഗ്യാപ്പ് ഇയർ എടുക്കേണ്ടി വരികയാണ്, അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഇയർ ആയി, ആ ഒരു ഇയർ നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം? നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. റിസർച്ച് ഇന്റേൺഷിപ്സുകൾ ചെയ്യുക, അല്ലെങ്കിൽ ഡോക്ടറൽ ലെവൽ കോഴ്സസ് ചെയ്യുക, പേപ്പർ പ്രസന്റേഷൻസ്, കോൺഫറൻസസുകൾ, നെറ്റ്വർക്ക് ബിൽഡിംഗ്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനാവും. ഇപ്പൊ ചില യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ PhDക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഡോക്ടറൽ ലെവൽ കോഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ പ്ലസ്. ആൻഡ് ഇന്ത്യയിൽ തന്നെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫ്രീ ആയിട്ട് നമുക്ക് ഡോക്ടറൽ ലെവൽ കോഴ്സസ് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയാതെയോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡൻസ് കിട്ടാത്തതുകൊണ്ടോ നമ്മൾ മിസ് ഔട്ട് ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റിയാണത്. ഇന്റർനാഷണൽ എക്സ്പോഷർ ലഭിക്കുന്ന സമ്മർ സ്കൂൾസ്, വിന്റർ സ്കൂൾസിനൊക്കെ അപ്ലൈ ചെയ്യാന്നുള്ളത്. അപ്പം കമ്പാരേറ്റീവ്ലി ഇത്തരത്തിലുള്ള പ്രോഗ്രാംസിന് കോമ്പറ്റീഷൻ കുറവായിരിക്കും. ആൻഡ് ദിസ് ക്യാൻ ബൂസ്റ്റ് യുവർ പ്രൊഫൈൽ വെൻ യു ആർ അപ്ലൈയിങ് ഫോർ മാസ്റ്റേഴ്സ് ഓഫ് PhD. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ് ആഡുകളിലൊക്കെ റിപ്പീറ്റഡ്ലി കാണുന്ന വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള സ്കോളർഷിപ്പിനെ അപ്ലൈ ചെയ്യുകയും ഈസിലി അറ്റൈനബിൾ ആയിട്ടുള്ള ലെസ് കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് മിസ്സാക്കി കളയുകയും ചെയ്യുന്നു. അപ്പം ഇത്തരത്തിലുള്ള പ്രോഗ്രാംസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ട് ടാസ്ക് ആണെങ്കിലും ഇത് അറ്റൈൻ ചെയ്യുക എന്നുള്ളത് ഈസിയാണ്. സോ ഇത്തരത്തിലുള്ള ഏതൊക്കെ പ്രോഗ്രാംസ് ആണ് നിങ്ങളുടെ പ്രൊഫൈലിന് സ്യൂട്ട് ആവുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിനെ എൻഹാൻസ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, അതിന് സജഷൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ പ്ലീസ് DM ഫണ്ടമെന്റൽ. ദ റെസ്റ്റ് വി വിൽ ടേക്ക് കെയർ.